അട്ടപ്പാടി പച്ചപ്പും കുന്നുകളും നിറഞ്ഞ കേരളത്തിൻ്റെ ആരും കൊതിക്കുന്ന പ്രകൃതി ഭംഗി. എന്നാൽ അഗളിയിലെ തിരക്കുകളിൽ നിന്ന് പുതൂരിലേക്ക് തിരിയുമ്പോൾ കാഴ്ചകൾ മാറുകയാണ്. കാട് കൂടുതൽ നിശബ്ദമാകുന്നു. കാറ്റിലെ തണുപ്പിന് കാടിൻ്റെ ഗന്ധമേറുന്നു. മല്ലീശ്വരൻ മുടിയുടെ തണലിൽ ഉറങ്ങുന്ന പുതൂർ പഞ്ചായത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് സ്വാഗതം. ഇവിടെ പ്രകൃതി ഇത്ര സുന്ദരമാണോ? അല്ലെങ്കിൽ അത്ര തന്നെ കഠിനമാണ് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതമെന്ന് പറയേണ്ടി വരും. മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മനുഷ്യർ. പക്ഷേ ആ മണ്ണ് ഇന്ന് അവർക്കൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭൂമിയിൽ പകൽ വെളിച്ചത്തിൽ പോലും പേടിയോടെ പുറത്തിറങ്ങാനാവൂ. കാട്ടാനകളുടെയും പുലികളുടെയും വിഹാര കേന്ദ്രമാണിവിടം. കഷ്ടപ്പെട്ട് നട്ട് നനച്ചുണ്ടാക്കിയ കാർഷിക വിളകൾ ഒരു രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിക്കുമ്പോൾ ഒരു വർഷത്തെ അധ്വാനവും സ്വപ്നവുമാണ് ആ മണ്ണിൽ അമരുന്നത്. പണ്ട് സമൃദ്ധമായിരുന്ന കൃഷി ഇന്ന് പലർക്കും ബാധ്യതയായി മാറിയിരിക്കുന്നു. ആദായം കുറഞ്ഞതും വന്യമൃഗശല്യം വർദ്ധിച്ചതും പുതൂരിലെ കർഷകനെ തൻ്റെ മണ്ണിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതൂരിൽ നിന്നും ഇടവാണിയിലേക്കുള്ള യാത്ര അത് വെറും ഒരു യാത്രയല്ല, ഒരു അതിജീവനമാണ്. ഇടതൂർന്ന വനത്തിലൂടെയുള്ള ആ റോഡ് പലപ്പോഴും കാട്ടാനകളുടെ നിയന്ത്രണത്തിലുമാണ്. വിരലിൽ എണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണ് ഈ വഴി കടന്നു പോകുന്നത്. ആ ബസ് ഒന്ന് മിസ്സായാൽ പിന്നെ മണിക്കൂറുകളോളം കാത്തു നിൽക്കണം. അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ കാട്ടുപാതയിലൂടെ ഇതുപോലെ കിലോമീറ്ററുകൾ നടക്കണം. മഴക്കാലം വന്നാൽ പുതൂർ ലോകത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടും. റോഡിനെ മുറിച്ചു കിടക്കുന്ന അനേകം അരുവികളാണ് ഇതിന് കാരണം. മഴ കനക്കുമ്പോൾ ഈ അരുവികൾ റോഡിലൂടെയാണ് ഒഴുകുന്നത്. അതോടെ വണ്ടികൾ നിലയ്ക്കും, ഗതാഗതം മുടങ്ങും. അത്യാവശ്യമായി ഒന്ന് ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും പ്രകൃതിയുടെ കനിവ് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇന്നും അട്ടപ്പാടിയുടെ ഈ ഒരു ഭൂവിഭാഗത്തിൽ. അട്ടപ്പാടിയുടെ മറ്റു ഭാഗങ്ങൾ വികസനത്തിൻ്റെ പാതയിലാണെങ്കിലും പുതൂരിലെ ഈ പിന്നോക്കാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നു. അഗളി എന്ന വലിയ ടൗണുമായി ബന്ധപ്പെടാൻ ഈ മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വിവരണാതീതമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഉപജീവനം ഇതിനെല്ലാം ഈ മോശം റോഡുകളും വന്യമൃഗശല്യവും വലിയ തടസ്സമായി നിൽക്കുന്നു. അട്ടപ്പാടിയുടെ പൊതുവായ ഒഴുക്കിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വിസ്മരിക്കപ്പെട്ട ഒരു തുരുത്തായി ഇവിടം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആരും സംശയിച്ചു പോകും. അരുവികളുടെ കുളിരും കാടിൻ്റെ വന്യതയും ഇവിടുത്തെ മനുഷ്യർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ആ കാടിനോട് പൊരുതി തോറ്റുപോകാതെ നിൽക്കാൻ അവർക്ക് സഹായം വേണം. തകർന്ന റോഡുകൾക്കും പാതിവഴിയിൽ നിലയ്ക്കുന്ന യാത്രകൾക്കും നടുവിൽ നിന്ന് അവർ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഞങ്ങളും ഈ ലോകത്തിൻ്റെ ഭാഗമല്ല. കാട്ടുപാതയുടെ അവസാന കണ്ണിയായ ഇടവാണി എന്ന ആദിവാസി ഊരിലാണ് ഈ വഴികൾ ചെന്ന് അവസാനിക്കുന്നത്. ഒട്ടനവധി ആളുകൾ ഈ മലമ്പ്രദേശത്തിന് അവിടെയായി താമസിക്കുന്നുമുണ്ട്. സാധാരണ ജനങ്ങളും ഇതേപോലെ ഇവരുടെ കൂടെ കൂടി കാർഷിക വൃത്തികളുമായി ഇവിടങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു. നാഗരികതയുടെ ആഡംബരങ്ങളൊന്നുമില്ലാത്ത പ്രകൃതിയോട് മല്ലിട്ട് കഴിയുന്ന ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കേന്ദ്രമാണിത്, കഥയും. അവർക്ക് വനം വെറുമൊരു ഭൂപ്രദേശമല്ല, ദൈവവും ജീവിതവുമാണ്. പക്ഷേ അസുഖം വന്നൊരു രോഗിയെ ആശുപത്രിയിലെത്തിക്കാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ആ കാട്ടുവഴികളിൽ തടയപ്പെടുമ്പോൾ ഇടവാണിയിലെ മനുഷ്യർ സ്വന്തം മണ്ണിൽ തന്നെ തടവിലാക്കപ്പെട്ടതുപോലെ തോന്നിപ്പോകും.